ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് മെസ്സി എന്ന ബ്രാൻഡിൻ്റെ വാല്യൂ. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. മെസ്സിക്ക് ജസ്റ്റ് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ VIP മുടക്കുന്നത് 1 കോടി രൂപ. മെസ്സി താമസിക്കുന്നത് ഒരൊറ്റ രാത്രിക്ക് 7 ലക്ഷം വാടക ഉള്ള ഹോട്ടൽ മുറിയിൽ. മെസ്സിയെ കാണാനും കൂടെ ഒരു ഫോട്ടോ എടുക്കാനും ഇന്ത്യയിലെ VIP മുടക്കുന്നത് കോടികളാണെന്ന് റിപ്പോർട്ട്. ഡൽഹിയിലെ ലീല പാലസിലാണ് മെസ്സിയുടെ താമസം. ഒരു ഫ്ലോർ മുഴുവൻ മെസ്സിക്കും സംഘത്തിനും വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത്. മെസ്സിയും സംഘവും താമസിക്കുന്ന ലീല പാലസിലെ ഈ പ്രസിഡൻഷ്യൽ സ്യൂട്ടീസിനാണ് 7 ലക്ഷം വരെ വാടക എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. മെസ്സിയും സംഘവും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ട കാര്യമാണ് മെസ്സിൻ്റെ കൂടെ ഷെയ്ക്ക് ഹാൻഡ് VIP ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ഇത്ര എമൗണ്ടാണ് കൊടുക്കുന്നതെന്നും, അതേപോലെ തന്നെ മെസ്സിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇത്ര എമൗണ്ടാണ് കൊടുക്കുന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ മെസ്സി എന്ന് പറയുന്ന ആ ബ്രാൻഡിൻ്റെ വാല്യൂ. ഇപ്പോൾ മെസ്സി മാത്രമല്ല, റൊണാൾഡോ വന്നാലും നെയ്മർ വന്നാലും അങ്ങനത്തെ വലിയ പ്ലേയേഴ്സൊക്കെ വന്നാലും ഇതേപോലെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത്, ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേര് പറയുന്നുണ്ടാവും, ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ പൈസക്ക് നമ്മൾ ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കുന്ന കുറേ പിള്ളേരുണ്ട്, ആ പിള്ളേർക്ക് കൊടുത്തുകൂടെ, അവരുടെ ഭാവി നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. വേറൊന്നല്ല, ഇതുപോലത്തെ ഇങ്ങനത്തെ വലിയ പ്ലേയേഴ്സ്, ഇപ്പോൾ മെസ്സിനെ പോലത്തെ ഉള്ള ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിലുള്ള വലിയ മാറ്റമെന്ന് പറയുന്നത് ഇവരെ കൊണ്ടുവരികയും അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിനെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഇവരൊക്കെ കൊണ്ടുവരുന്നതിലൂടെ വളരെയധികം സാധിക്കുമെന്നുള്ളതൊക്കെ എനിക്ക് തോന്നിയൊരു പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഞാൻ കേട്ടു തെലങ്കാനയിലത്തെ മുഖ്യമന്ത്രി മെസ്സി വരുന്നതിനൊക്കെ കുറിച്ചിട്ട് അദ്ദേഹം 1 മാസം മുന്നേ അദ്ദേഹം ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. അതൊക്കെയാണ് ഒരു ചവിട്ടുപടി. പക്ഷെ അദ്ദേഹത്തിന് തെറ്റുകൾ സംഭവിച്ചു. കാരണം പാസ് കറക്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ കുറേ ട്രോളുകളൊക്കെ നേരിടേണ്ടി വരുന്നു. അതല്ല നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹം വരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മെസ്സി അഥവാ ഒരു ടീമിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മെസ്സി ഒരു ടീമിനെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചെറിയൊരു ടീമായിക്കോട്ടെ, ഇപ്പോൾ ലോക്കലായാലും ഹൈ ആയാലും ഏതെങ്കിലും ഒരു ടീമിനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ തന്നെ വളരെയധികം മാറിയില്ലേ. അതൊക്കെയാണ് ഇതുപോലത്തെ പ്ലേയേഴ്സ് വന്നാലുള്ള ഉപകാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളോട് പറയാമെന്നുള്ള രീതിയിലായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.